Good morning, students. അടുത്തൊരു പ്രോബ്ലം സോൾവ് ബൈ ഡയറക്റ്റ് ഇന്റഗ്രേഷനിലെ പ്രോബ്ലം ആണ്. സോൾവ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. Given that dou z by dou y is equal to minus 2 sin y when x is equal to 0, z equal to 0 when y is odd multiple of pi by 2. രണ്ട് കണ്ടീഷൻസ് കൂടി തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻസ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡോ സ്ക്വയർ z by dou x into dou y എന്നാണ്. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം: ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ z by dou y is equal to sin x sin y. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടും? ഡോ z by dou y. റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സൈൻ വൈ ഇൻറ്റു സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എക്സ് എന്ന് കിട്ടും. എക്സ് വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ ഏതാണ്? നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് വൈ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? given that dou z by dou y is equal to minus 2 sin y when x is equal to 0. x is equal to 0 ആവുമ്പോൾ ഈ dou z by dou y യുടെ വാല്യൂ minus 2 sin y ആണ്. അപ്പൊ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് വൈ എന്നുള്ള ഫംഗ്ഷൻ കിട്ടും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. dou z by when x is equal to 0, dou z by dou y ക്ക് എന്ത് എഴുതാം? മൈനസ് 2 സൈൻ വൈ എന്ന് എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് എഴുതാം? സൈൻ വൈ ഇൻറ്റു ഇവിടെ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സിന് 0 കൊടുക്കും. മൈനസ് കോസ് 0 എത്രയാണ്? ഇൻറ്റു മൈനസ് 1 പ്ലസ് എഫ് ഓഫ് വൈ. അതായത് ഈ മൈനസ് സൈൻ വൈ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എത്ര വരും? പ്ലസ് സൈൻ വൈ ആവും. അപ്പൊ നമുക്ക് മൈനസ് 2 സൈൻ വൈ പ്ലസ് സൈൻ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് എഫ് ഓഫ് വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്? മൈനസ് 2 സൈൻ വൈ പ്ലസ് സൈൻ വൈ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? മൈനസ് സൈൻ വൈ കിട്ടും. അപ്പൊ നമ്മുടെ ആ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് വൈ എന്നുള്ള എന്താണ് കിട്ടിയത്? മൈനസ് സൈൻ വൈ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡോ z ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ വൈ കോസ് എക്സ് ആയിരുന്നു പ്ലസ് എഫ് ഓഫ് വൈ. എഫ് ഓഫ് വൈക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് സൈൻ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോ നമുക്ക് എഫ് ഓഫ് ഐയുടെ വാല്യൂ എന്ത് കിട്ടി? മൈനസ് സൈൻ വൈ എന്ന് കിട്ടിയില്ലേ? അപ്പൊ പിന്നെ നമുക്ക് ഈ എഫ് ഓഫ് ഐക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് സൈൻ വൈ. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ എന്ത് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം? നമുക്ക് വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? ഇസെഡ് എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിലെ കോസ് എക്സ് കോൺസ്റ്റന്റ് ആണ്. കോസ് എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈയുടെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് വൈ. ദെൻ പ്ലസ് ഇവിടെ മൈനസ് സൈൻ വൈയുടെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് വൈ. അപ്പോ സൈൻ വൈയുടെ ഇന്റഗ്രല് മൈനസ് കോസ് വൈ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അപ്പൊ പ്ലസ് കോസ് വൈ പ്ലസ് നമ്മളൊരു ഫംഗ്ഷൻ പുട്ട് ചെയ്യണം. നമ്മൾ ഫംഗ്ഷൻ പുട്ട് ചെയ്യുന്നതാണ് വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇടേണ്ട ഫംഗ്ഷൻ ഏതാണ്? ഇവിടെ എഫ് ഓഫ് ഐ ഇട്ടു. ഇനി നമ്മൾ ജി ഓഫ് എക്സ് ഇടാം. ജി ഓഫ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇസഡ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ പ്ലസ് കോസ് വൈ പ്ലസ് ജി ഓഫ് എക്സ് എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ജി ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും. രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? z equal to 0 when y is odd multiple of pi by 2. odd multiple of pi by 2. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ z equal to 0, ഇവിടെ z ന് 0 കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ട് കിട്ടിയത്. z equal to z cos x cos y plus g of x. That is equal to cos x into ഈ വൈക്ക് പകരം ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ നമ്മൾ ആ വൈയുടെ വാല്യൂ എത്ര എടുക്കണം? y is equal to 2n plus 1 പൈ ബൈ. ഇതാണ് ജനറൽ ഫോം. 2n plus 1 pi by 2. ഇവിടെ n നമ്മൾ 1 കൊടുത്ത് എന്ത് സംഭവിക്കും? n ന് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും?
π/2 വരും. n-ന് 1 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇതൊന്ന് 2, 2 3, 3 π/2. n-ന് 2 കൊടുത്താൽ 5 π/2. അപ്പൊ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2ന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? 2n + 1 π/2 ആണ്. അപ്പൊ നമ്മളിവിടെ y-ക്ക് പകരം നമ്മൾ 2n + 1 π/2 എന്ന് കൊടുക്കുന്നു. പ്ലസ് കോസ് 2n + 1 π/2 എന്ന് കൊടുക്കുന്നു. പ്ലസ് g of x. That is equal to 0 is equal to ഇവിടെ നമുക്ക് cos x into cos ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2ന്റെ വാല്യൂ 0 ആണ്. cos ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? cos π/2 0 ആണ്. cos 3 π/2 0 ആണ്. cos 5 π/2 0 ആണ്. cos ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 0 ആണ്. അപ്പൊ നമുക്ക് cos x into 0 പ്ലസ് ഇവിടെ നമുക്ക് എന്ത് വരും? 0 പ്ലസ് g of x എന്ന് വരും. അപ്പൊ g of x ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? g of x is equal to 0. Therefore നമ്മുടെ ഫൈനൽ z എന്താണ്? z ന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? cos x cos y പ്ലസ് cos y എന്നാണ് ഇതിന്റെ നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ. അപ്പോൾ അവിടെ ഫൈനൽ ആൻസർ എന്താണ്? The final answer will be cos x cos y പ്ലസ് cos y എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആ കോൺസ്റ്റന്റ് ആയിട്ട് ഇട്ട ആർബിട്രറി ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ കിട്ടി. രണ്ടാമത്തെ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ g of x കിട്ടി. അപ്പൊ ഫൈനൽ ആയിട്ട് ആൻസർ നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇല്ലാതെ ആർബിട്രറി ഫംഗ്ഷൻ ഇല്ലാതെ നമുക്ക് കിട്ടിയ z ന്റെ ആൻസർ എത്രയാണ്? z is equal to cos x plus cos x into cos y plus cos y എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കുക.